നമ്മൾ ഈ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ചോദിക്കാറില്ലേ, എടാ ഒന്ന് ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് നടക്കാൻ പോയാലോ, ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഒരു ഐസ്ക്രീം കഴിച്ചാലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഒന്ന് ട്രൈ ചെയ്താട്ടെ, എങ്ങനെയാണ് പറയുകയെന്ന്. ഒന്ന് ചായ കുടിച്ചാലോ, ഒരു സുഹൃത്തിനോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കും, ചായ കുടിച്ചാലോ. ഹൗ അബൌട്ട് എ ടീ? ഈ ഹൗ അബൌട്ട് കിട്ടണം. ഹൗ അബൌട്ട് എ ടീ, അല്ലെങ്കിൽ ഹൗ അബൌട്ട് ആൻ ഐസ്ക്രീം, ഒരു ഐസ്ക്രീം കഴിച്ചാലോ. ഇതൊരു ഗ്രാമർ നമ്മൾ പഠിച്ചു. ഹൗ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണോ, ചായ കുടിക്കാനാണോ ഐസ്ക്രീം ആണോ ചോദിക്കാം. പക്ഷേ പ്രവൃത്തി വരും കേട്ടോ ഇതിൻ്റെ കൂടെ. എങ്കിൽ ഹൗ അബൌട്ട് ഇട്ടിട്ട് പ്രവൃത്തിയുടെ കൂടെ ING ഇടണം. ഉദാഹരണത്തിന് നമുക്കൊന്ന് നടക്കാൻ പോയാലോ, നടക്കാൻ പോയാലോ. ഹൗ അബൌട്ട് ഗോയിങ് ഫോർ എ വാക്ക്, ഗോയിങ്. നമുക്കൊന്ന് ജിമ്മിന് ചേർന്നാലോ. ഹൗ അബൌട്ട് ജോയിനിങ് എ ജിം, ജോയിനിങ്. കണ്ടോ? ഒരു സിനിമ കാണാൻ പോയാലോ. ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി. ഒരു സിനിമ കാണാൻ പോയാലോ. എടാ അവളെ ഇപ്പോൾ വിളിച്ചാലോ. ഹൗ അബൌട്ട് കോളിങ് ഹെർ റൈറ്റ് നൗ. കണ്ടോ? അപ്പോൾ ഇതെല്ലാം വിളിച്ചാലോ, പോയാലോ, കണ്ടാലോ, എല്ലാ കാര്യങ്ങളിലും പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ ഹൗ അബൌട്ട് പ്ലസ് ING. അതല്ല ചായ കുടിച്ചാലോ, ഐസ്ക്രീം കഴിച്ചാലോ, ബിരിയാണി കഴിച്ചാലോ എന്നൊക്കെ ആണെങ്കിൽ ഹൗ അബൌട്ട് എ ടീ, ഹൗ അബൌട്ട് എൻ ഐസ്ക്രീം, ഹൗ അബൌട്ട് ബിരിയാണി, ഇങ്ങനെയൊക്കെ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാമർ. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. കുഞ്ഞു കുഞ്ഞിത് ഗ്രാമർ പഠിച്ചാൽ പോരാട്ടോ, നമുക്ക് തുടർച്ചയായി സംസാരിക്കണം. അതിന് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരു സന്ദർഭത്തെ എടുത്ത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കണം. അതിന് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആദ്യം അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. എന്നിട്ട് വിദേശത്തിരിക്കുന്ന നമ്മുടെ അധ്യാപകർ, വിദേശീയരായ നമ്മുടെ അധ്യാപകർ, കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ച് പഠിക്കാം. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.